ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഞാനൊരു കിക്കറ്റ് ബ്രേക്ക് എടുത്തു. കിക്കറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. നമുക്കായിട്ട് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു ടോക്കൺ ഓഫ് ലവ് ആണ് ചോക്ലേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഐസ്ക്രീം, നമുക്ക് ഇഷ്ടമുള്ള എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അതിനുശേഷം ഞാൻ സെൽഫ് കെയറിലോട്ട് കടന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് കേട്ടോ. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ ഫേസ് പാക്ക്, അതേപോലെ ബോഡി ഓയിലിങ്, ഹെയർ ഓയിലിങ്, ഹെയർ പാക്ക്, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൃത്യമായ പ്ലാനിങ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫേസ് പാക്ക് മുൾട്ടാണി മിറ്റി, ബീറ്റ്റൂട്ട്, പിന്നെ കേർഡ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫേസ് ആദ്യം വെറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ 20 മിനിറ്റ്സ് നമുക്ക് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ കുറച്ചു നേരം ഞാൻ ഇരുന്നൊരു ബുക്ക് വായിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഞാനിപ്പോൾ പ്രിഫർ ചെയ്തേക്കുന്നത്. സോ ഇന്നത്തെ ബുക്ക് ലൈഫ്സ് അമേസിംഗ് സീക്രട്ട് ആണ്. നമ്മുടെ വർക്ക് ലൈഫ്, സൊസൈറ്റി, സ്പിരിച്വാലിറ്റി, അതേപോലെ റിലേഷൻഷിപ്സ്, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് ഇതിലൂടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ദിവസത്തെ പ്ലാനിങ്ങും ട്രാക്കിങ്ങും ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാക്കിംഗ് ആണ്. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു, ഞാൻ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാണ് കേട്ടോ. 2 ലിറ്റർ വാട്ടർ, അതേപോലെ ഡയറ്റ് കാര്യങ്ങൾ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എന്നൊക്കെ വേണ്ടി ഓരോന്നൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ട്രാക്ക് ചെയ്തത് ടിക്ക് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹാബിറ്റ് ആണ്, കാരണം നമ്മൾ അതിൽ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഫോളോ ചെയ്യും ഡെയിലി മുടങ്ങാതെ. ഓക്കെ, പിന്നെ ഞാൻ എഴുതുന്നത് നാളെ എന്തൊക്കെ ചെയ്യണം, നാളെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, നാളത്തെ കാര്യങ്ങൾ, നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, നാളെ ഫേസ് പാക്ക് ഇടണോ, അല്ലെങ്കിൽ ഇങ്ങനെ. ഇപ്പോൾ ഞാൻ ഇന്ന് ഫേസ് പാക്ക് ഇട്ടില്ല, ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് കൃത്യമായ പ്ലാനിങ് ആണ്. സോ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് ആ പ്ലാൻ ചെയ്ത പോലെ കൊണ്ടുപോകാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരേപോലെ നടക്കണമെന്നില്ല, പക്ഷേ അത് മാക്സിമം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യും. അതിങ്ങനെ എഴുതി വെക്കുന്നതിൻ്റെ ഒരു ഗുണം അതാണ് കേട്ടോ. ഫേസ് പാക്ക് കഴുകി കളഞ്ഞ ശേഷം ഞാൻ വാങ്ങിച്ച ഗ്രോസറി ഒക്കെ ഞാൻ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ എടുത്ത് വെച്ച ആ ബോട്ടിൽ എന്ന് വെച്ചാൽ 5 ലിറ്ററിൻ്റെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ലിക്വിഡാണ്. പിന്നെ കുറച്ച് ഗ്രോസറി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ എല്ലാം കഴിയുന്നത് എനിക്കിഷ്ടമല്ല, കഴിയാറാവുമ്പോഴേക്കും ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് വെക്കും. സോ കഴിയാറായ ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ എല്ലാം ഞാൻ ബോട്ടിലിട്ട് വെക്കില്ല. ഉറുമ്പ് ഇവിടെ പെട്ടെന്ന് വരും. സോ ഉറുമ്പ് വരാത്ത ഐറ്റംസ് മാത്രമേ ഞാൻ ബോട്ടിലാക്കി വെക്കുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ പാക്കറ്റിൽ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കിഴി പോലെ ആക്കി ഇങ്ങനെ വെക്കും. ഓക്കെ, അതാണ് സേഫ്. രാത്രിക്ക് ഞാൻ ഇന്നത്തെ ഡിന്നറിന് സ്വീറ്റ് പൊട്ടറ്റോ ആണ് കുക്കറിൽ വേവിക്കാൻ വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് നാളത്തേക്കാണ് കേട്ടോ. നാളത്തേക്ക് ഞാൻ പരിപ്പും കുമ്പളങ്ങയും കറി വെക്കാം എന്നാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ പ്ലാനർ ബുക്കിൽ. സോ അതിന് വേണ്ട തേങ്ങ ചിരകി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അരപ്പിലോട്ട് വേണ്ട പരിപ്പും കുമ്പളങ്ങയും പറയുമ്പോൾ അരപ്പാണല്ലോ. അപ്പോൾ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ചെറുള്ളി, ഇതൊക്കെ വെച്ചിട്ട് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. ഇനിയിപ്പോൾ നാളെ എനിക്ക് രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് ആണ്. സോ ഇതൊക്കെ എടുത്ത് പെട്ടെന്ന് അരച്ചാൽ മതിയല്ലോ. പിന്നെ കുമ്പളങ്ങ എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് കഴുകുന്നില്ല, നാളെ ഞാൻ ഈ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് എടുക്കുമ്പോഴാണ് കഴുകുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നനവുണ്ടാവില്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. സോ ഇതൊക്കെ അങ്ങനെ തന്നെ എടുത്ത് വെക്കാണ്. പിന്നെ അതിലോട്ട് വേണ്ട തക്കാളി. ഈ റെഡ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. മൂന്ന് ഡിഫറെൻറ്റ് സൈസിലുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രിഡ്ജിൽ വെക്കാനാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഞാൻ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്.